നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രോണോളജിയെക്കുറിച്ച് ഇന്ന് പല ആൾക്കാർക്കും അറിയില്ല, ഇന്നും അറിവില്ല. ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അത് ന്യൂമറോളജിയിൽ പൊതുവെ എടുക്കാറുണ്ട്. എന്നാൽ പ്രോണോളജിയിൽ ഏതെല്ലാം ലെറ്റേഴ്സ് ആഡ് ചെയ്താലാണ് സ്യൂട്ടബിൾ റിസൾട്ട് കിട്ടുന്നത് എന്ന നാമശാസ്ത്ര ശാഖയാണ്. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് ബുധനെക്കുറിച്ച് ചെയ്യാം. ബുധൻ 7 ദിവസങ്ങൾ ചേരുന്നതാണല്ലോ ഒരാഴ്ച. ഈ ഓരോ ദിവസങ്ങൾക്കും പേരുണ്ട്. ഞായർ, തിങ്കൾ, ചൊവ്വ, അങ്ങനെ ശനിയാഴ്ച വരെയുണ്ട്. ഇന്ന് ബുധനാഴ്ച ആയതിൻ്റെ പേരിൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് 5, 14, 24, 23 തീയതിയിൽ ജനിച്ചവരും ഈ ജ്യോതിഷപ്രകാരം ഗ്രഹനിലപ്രകാരം ആയില്യം, കേട്ട, രേവതി നക്ഷത്രങ്ങളിൽ പിറന്നവരും ബുധനുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ 5-മായി ബന്ധമുണ്ട്. നമ്മൾ ന്യൂമറോളജിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു പോകണ്ടേ. ഏതെങ്കിലും കുറച്ച് അറിവ് മാത്രം പോരല്ലോ, നമ്പേഴ്സ് മാത്രം അറിഞ്ഞാൽ പോരാ. ഈ ദിവസങ്ങൾക്ക് പേര് വരാനുള്ള കാരണം, ഓരോ ദിവസവും സൂര്യോദയം കഴിഞ്ഞ് ഏത് ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിൽ നിന്നും വരുന്ന ശക്തിയാണ്, എനർജിയാണ് ഭൂമിയിൽ ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ചുകൊണ്ടാണ് ദിവസങ്ങൾക്ക് പേരിടുന്നത്. ഇന്ന് ബുധനാഴ്ച സൂര്യോദയം കഴിയുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവുമല്ലോ. 6 മണി, 6:05, 6:10, 6:15 ആവും. വേരി ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളെ പ്രാദേശിക തലങ്ങളിൽ. അപ്പോൾ സൂര്യോദയം കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂർ ഇന്ന് ബുധൻ എന്ന ഗ്രഹത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ റേസ് ഇവിടെ വന്നത്. ആദ്യം അത് സ്ഥിരമാണത്. ഏകദേശം 1500ഓളം കിലോമീറ്റർ, 1500 ദശലക്ഷത്തോളം കിലോമീറ്ററുകൾ അകലെയാണ് ബുധൻ എന്ന പ്ലാനറ്റ്. ആ പ്ലാനറ്റിൽ നിന്നും വന്നതിൻ്റെ പേരിൽ ഇന്ന് ബുധനാഴ്ചയായി. നാളെ രാവിലെ സൂര്യോദയം കഴിഞ്ഞ് വ്യാഴം എന്ന പ്ലാനറ്റിൽ നിന്നും റേസ് വരുന്നു, അതിൻ്റെ പേരിൽ വ്യാഴം എന്ന പേരിടുന്നു. വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെ. ശുക്രൻ എന്ന പ്ലാനറ്റിൽ നിന്നും ആദ്യം കൂടുതൽ പവർ വരുന്നു, അതിൻ്റെ പേരിൽ വെള്ളിയാഴ്ച എന്ന പേരിടുന്നു. ഇതാണ് ഈ ദിവസങ്ങൾക്ക് പേരിടുന്നതിൻ്റെ കാരണം. ഈ ബുധനാഴ്ച എന്നാൽ വിദ്യാകാരനാണ്. നിങ്ങൾ ബുധനാഴ്ച ജനിച്ച വ്യക്തിയാണെങ്കിൽ 5,